കാളികാവിലെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കേസെടുത്തത്. ശ്യാം ദേവരാജുണ്ട് വിവരങ്ങളുമായി. ശ്യാം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ബിനിൽ, മലപ്പുറം കാളികാവിൽ 2.5 വയസ്സുകാരിയെ പിതാവ് മർദ്ദിച്ചു വന്ന സംഭവത്തിലാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത്. അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ ഹൈക്കോടതിയിൽ ആരംഭിച്ചത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ നടപടി. ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രജിസ്ട്രിയോട് ഈ സ്വമേധയാ കേസെടുക്കുന്നത് സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസിന്റെ അനുമതിക്ക് വിടാനാണ് രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകിയത്. ഒപ്പം സംസ്ഥാന പോലീസ് മേധാവി, മലപ്പുറം SP, കാളികാവ് CI എന്നിവരെ കക്ഷി ചേർക്കാനും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വണ്ടൂരിലെ ആശുപത്രിയിൽ ഞായറാഴ്ചയാണ് കുട്ടിയെ മരിച്ച നിലയിൽ എത്തിച്ചത്. സംഭവം ഹൃദയഭേദകമാണ് എന്നും ഒരു കുഞ്ഞിനോടും ഇത്രയും ക്രൂരത എങ്ങനെ ചെയ്യാനായി എന്നും കോടതി ചോദിക്കുന്നുണ്ട്. ഒപ്പം പോലീസ് കർശനമായി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. കുട്ടികൾ ഇരയാകുന്ന അക്രമ സംഭവങ്ങളിൽ പ്രതിസ്ഥാനത്ത് അടുത്ത ബന്ധുക്കളാണോ എന്ന് നോക്കാതെ, മുഖം നോക്കാതെ നടപടി ഉണ്ടാകണം എന്നൊരു കാര്യവും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ പെരുമാറ്റച്ചട്ടം കൊണ്ടുവരേണ്ടതുണ്ട് എന്നുമാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. എന്തായാലും ഇത് സംബന്ധിച്ച ഹർജിയുടെ നടപടിക്രമങ്ങൾ നാളെയോട് പൂർത്തിയാക്കുകയും ഒപ്പം സ്വമേധയാ സ്വീകരിച്ച ഹർജി നാളെ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്യും. ഓക്കെ, കാളികാവിൽ കുഞ്ഞിനെ അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ പിതാവിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിട്ടുള്ളത്.